എൻ്റെ കുട്ടിക്കാലം ഈ പുനലൂരായിരുന്നു. അപ്പോൾ പുനലൂരിലേക്ക് ഇലക്ഷൻ വിശേഷമായി വരുമ്പോൾ നമുക്കൊരു കുടുംബത്തെ പരിചയപ്പെടണം. ഈ നമ്മുടെ റോഡ് മഹാൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് റോഡിലുള്ള വലിയ ഇതുപോലെയുള്ള വഴിയോര സ്ഥാപനങ്ങളെയാണ് നമ്മൾ റോഡ് മഹാൾ എന്നൊരു വിളിപ്പേര്. അതാരോ ഇട്ട ഒരു വിളിപ്പേര് ഇന്നും സജീവമായി ഉണ്ട്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പഴയ ചുമട്ടുതൊഴിലാളിയായ ഷാജഹാൻ ഇവിടെ ഒരു 20 വർഷമായി ഈ വഴിയോര കച്ചവടത്തിലുണ്ട്. ഇതാണ് നമ്മൾ ഈ പറയാൻ വന്നത്. ഈ ഷാജഹാൻ്റെ മകൾ, ആ മകൾ വേണ്ട ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. പുനലൂരിലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. DYFIയുടെ ബ്ലോക്ക് ഭാരവാഹി കൂടിയാണ് നമ്മുടെ ഈ ഷഫ്ന. ഷാജഹാനെ, ഈ ഷഫ്ന മോള് മത്സരിക്കുകയാണല്ലോ, എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മോള് നന്നായിട്ട് പാർട്ടി പ്രവർത്തനം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റാണ്. നല്ല സഖാവാണ് എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കാര്യം വിദ്യാഭ്യാസം കൊണ്ടും കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് +2 പഠിക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് ജയിക്കുകയും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു കുട്ടി തന്നെയാണ് എൻ്റെ മകൾ. അപ്പം പാർട്ടി ഇങ്ങനൊരു ദൗത്യം എൻ്റെ മോളെ ഏൽപ്പിച്ച് ഞങ്ങളത് കൃത്യമായിട്ടും നിറവേറ്റും എന്നുള്ള ഒരു തൻ്റെ അടുത്തോടു കൂടിയാണ്. CPIM എന്ന് പറയുന്നത്, ഇടതുമുന്നണി എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിയാണ്. അപ്പോൾ അത് ആ തൊഴിലാളി വർഗ പാർട്ടി എപ്പോഴും തൊഴിലാളികളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ഹെഡ് ലോഡിൽ നിന്നും പോകുന്നത് നട്ടലിന് പ്രശ്നമുണ്ടായാണ് ഹെഡ് ലോഡിൽ നിന്നും പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വം തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇന്ന് പറഞ്ഞു തരുന്നത്. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനൊരു സംവിധാനം ഇയാൾ എന്ന് പറയുന്നു. അപ്പോൾ ആ പാർട്ടിയുടെ നല്ല സപ്പോർട്ടും സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ ചുമട്ടുതൊഴിലാളിയും മാറോട് ചേർത്ത് പിടിച്ച് തന്നെയാണ് ഇവിടുത്തെ നേതൃത്വം, CPMൻ്റെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു തൊഴിലാളികളുടെ വിഷയത്തിനും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ചങ്ക് കൂടെ എപ്പോഴും ഉണ്ടാവും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഷാജഹാനും കൈരളിയൊക്കെ കണ്ടിട്ട് നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ഷാജഹാൻ്റെ മകൾ മത്സരിക്കുന്നത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൂടെ എന്നും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ കാണും. ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ്. എന്നുവെച്ചാൽ ഞാനൊരു CPMകാരനാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടി എന്നും മുന്നിട്ട് നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഷഫ്ന, ഇതിപ്പോൾ ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഒരു വാപ്പ, ഷഫനയുടെ പിതാവ്, ഇത്രയേറെ മകളെക്കുറിച്ചൊരു കറക്റ്റ് റീഡിങ്. എങ്ങനെയൊക്കെയാണ് ഷഫന പ്രവർത്തിക്കുന്നത്? പക്ക വിമർശകൻ കൂടിയാന്ന് തോന്നല്ലേ? കൃത്യമായിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് വിമർശനമായിരിക്കും കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിരന്തരം നമ്മളെ വിമർശിച്ച് നേരെയാക്കുക എന്നുള്ളതാണ് അത്താടെ ഒരു മെയിൻ ആയുധം എന്ന് പറയുന്നത്. എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിസ്റ്റ് ബാലപാഠങ്ങളെല്ലാം തന്നെ എൻ്റെ അത്തശ്ശിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ആദർശവും കമ്മ്യൂണിസ്റ്റ് ചിന്തകളും എങ്ങനെ മനുഷ്യരോട് ചേർന്ന് നിൽക്കാമെന്നുള്ളതും എല്ലാ കാര്യങ്ങളും എൻ്റെ അത്തശ്ശിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം വരെ. അതെ, ഒരു തൊഴിലാളി കുടുംബത്തെ നമ്മുടെ തൊഴിലാളി പാർട്ടിയാണല്ലോ, അതിന് പിന്നെ എടുത്ത് വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. ഷാജഹാൻ മകളെ, ചുമട്ടുതൊഴിലാളിയായിരുന്ന ഷാജഹാൻ ഇന്ന് വഴിയോര കച്ചവടക്കാരനാണ്, റോഡ് മഹാളിൻ്റെ പുത്രനാണ്. അദ്ദേഹം ഇപ്പോൾ മകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പൊതുസമൂഹത്തിന് ആ ഒരു സേവനം കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യത്തിൽ പാർട്ടി നിയോഗിച്ചപ്പോൾ അതിനും സമ്മതിച്ച് അങ്ങനെയല്ല കുടുംബം മുഴുവനും ഒത്തൊരുമയോട് നിന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കാഴ്ച, അത് മനോഹരം. നമ്മളിപ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ മാർക്കറ്റ് റോഡിലാണ് ഈ നിൽക്കുന്നത്. ജനങ്ങൾ മുഴുവനും ഇപ്പോൾ ഈ കുടുംബത്തെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടു. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.